ശബരിമല സ്വർണ്ണ കവർച്ചയിൽ നിർണായക വഴിത്തിരിവ്. ശബരിമലയിൽ നിന്നും കടത്തിയ സ്വർണം ബെല്ലാരിയിലെ ജ്വല്ലറിയിൽ നിന്നും കണ്ടെത്തി. ഉണ്ണികൃഷ്ണൻ പോറ്റിയുടെ ബംഗളൂരുവിലെ വീട്ടിൽ നിന്നും സ്വർണം പിടിച്ചെടുത്തു. ഇതുവരെ കസ്റ്റഡിയിൽ എടുത്തത് ആകെ 576 ഗ്രാമിലധികം സ്വർണം. ബംഗളൂരുവിന് പിന്നാലെ ചെന്നൈ സ്മാർട്ട് ക്രിയേഷൻസിലും ഉണ്ണികൃഷ്ണൻ പോറ്റിയുമായി തെളിവെടുപ്പ് നടത്തി. ഉണ്ണികൃഷ്ണൻ പോറ്റി ബെല്ലാരിയിലെ റൊദ്ദം ജ്വല്ലറി ഉടമ ഗോവർദ്ധന് വിറ്റ സ്വർണ്ണമാണ് അന്വേഷണ സംഘം കണ്ടെത്തിയത്. 400 ഗ്രാമിലധികം വരുന്ന സ്വർണ്ണക്കട്ടിയുടെ രൂപത്തിലായിരുന്നു സ്വർണ്ണമുണ്ടായിരുന്നത്. സ്പോൺസർ എന്ന പേരിൽ ഉണ്ണികൃഷ്ണൻ പോറ്റി ശബരിമലയിൽ അവതരിപ്പിച്ച ഗോവർദ്ധനം സ്വർണ്ണക്കവർച്ച ഗൂഢാലോചനയിൽ പങ്കുള്ളതായാണ് അന്വേഷണ സംഘത്തിന്റെ വിലയിരുത്തൽ. പോറ്റിയുടെ ബംഗളൂരു മല്ലേശ്വരം ശ്രീരാമപുരത്തുള്ള കോത്താരി മാൻഷൻ ഫ്ളാറ്റിൽ നിന്നും 176 ഗ്രാം സ്വർണവും ഭൂമി ഇടപാട് രേഖകളും അന്വേഷണ സംഘം പിടിച്ചെടുത്തു. തുടർന്നാണ് പോറ്റിയുമായി അന്വേഷണ സംഘം ചെന്നൈയിലേക്ക് എത്തിയത്. സ്വർണം പൂശൽ നടത്തിയ അമ്പത്തൂരിലെ സ്മാർട്ട് ക്രിയേഷൻസിലാണ് തെളിവെടുപ്പ് നടക്കുന്നത്. പഴയ പാളികളിൽ നിന്നും സ്വർണം വേർതിരിച്ചതിലടക്കം തെളിവ് ശേഖരിക്കുകയാണ് ലക്ഷ്യം. സ്മാർട്ട് ക്രിയേഷൻസിലെ രജിസ്റ്ററുകളടക്കമുള്ള രേഖകളും കസ്റ്റഡിയിലെടുക്കും. ഉണ്ണികൃഷ്ണന്റെ സാമ്പത്തിക ഇടപാടുകൾ പരിശോധിക്കാൻ ഒരു സംഘം ബാംഗ്ലൂരിൽ തുടരുന്നു. 2 ടീമിലും സാമ്പത്തിക ഇടപാടുകൾ പരിശോധിക്കാൻ സൈബർ പോലീസിൽ നിന്നുള്ള വിദഗ്ധരുമുണ്ട്. ജനം, തിരുവനന്തപുരം. ഈ വാർത്തയുടെ വിശദാംശങ്ങളുമായി പ്രശാന്ത് ശങ്കരമംഗലത്ത് ചേരുന്നു. തിരുവനന്തപുരത്ത് നിന്ന് പ്രശാന്ത്, SIT സ്പെഷ്യൽ ഇൻവെസ്റ്റിഗേഷൻ ടീം ഉണ്ണികൃഷ്ണൻ പോറ്റിയുമായി ഒടുവിൽ സ്മാർട്ട് ക്രിയേഷൻസിലാണ്, അവരുടെ സ്ഥാപനത്തിലാണ് തെളിവെടുപ്പ് നടത്തിയത്. എന്തെങ്കിലും പ്രധാനപ്പെട്ട വിവരങ്ങൾ SITക്ക് ലഭിച്ചോ? എന്തെങ്കിലും തെളിവുകൾ ലഭിച്ചോ? അനിൽ നമ്പ്യാർ, തെളിവെടുപ്പ് തുടരുകയാണെന്നാണ് നമുക്ക് ലഭിക്കുന്ന വിവരം. പ്രത്യേകിച്ച് ഇതുമായി ബന്ധപ്പെട്ട തെളിവുകളൊന്നും ലഭിച്ചതായിട്ടുള്ള വിവരങ്ങൾ നിലവിൽ ലഭ്യമല്ല. പ്രത്യേകം അതീവ രഹസ്യമായിട്ടാണ് ഈ നടപടിക്രമങ്ങളെല്ലാം പുരോഗമിക്കുന്നതെന്നാണ് നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത്. അതുകൊണ്ട് തന്നെ പ്രത്യേക അന്വേഷണ സംഘത്തിൻ്റെ അത്തരം നടപടികൾ പുരോഗമിച്ചിരിക്കുന്നു എന്ന് മാത്രമാണ് ഇപ്പോൾ നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത്. എന്തായാലും 2 ഇടങ്ങളിലായിട്ട്, ചെന്നൈയിലും ബാംഗ്ലൂരിലും അടക്കം 2 ഇടങ്ങളിലായിട്ട് പ്രത്യേക അന്വേഷണ സംഘത്തിൻ്റെ അന്വേഷണം പുരോഗമിച്ചുകൊണ്ടിരിക്കുകയാണ്. ഒന്ന് സ്മാർട്ട് ക്രിയേഷനാണ് ഈ സ്വർണ്ണപ്പാളികൾ പൂശുവാനായി നൽകിയ അതിൻ്റെ നവീകരണ പ്രവർത്തനങ്ങളുമായി നൽകിയ കമ്പനിയിലാണ് നടത്തിയത്. മറ്റൊന്ന് ഉണ്ണികൃഷ്ണൻ പോറ്റിയുടെ വസതിയിലും ഫ്ളാറ്റിലും കേന്ദ്രീകരിച്ചും അന്വേഷണങ്ങൾ നടക്കുന്നു. അതിനിടയിലാണ് ഈ സ്വർണ്ണക്കട്ടി 400 ഗ്രാം വരുന്ന സ്വർണ്ണക്കട്ടി കണ്ടെടുക്കുന്ന ഒരു സാഹചര്യം ഉണ്ടായത്. ഗോവർദ്ധൻ എന്നൊരാൾക്ക് വിറ്റതും ആ ഗോവർദ്ധനിൽ നിന്നും കണ്ടെടുക്കുന്ന ഒരു സാഹചര്യം ഉണ്ടായിരുന്നു. ഗോവർദ്ധനും ഈ കേസിൽ, ഈ സ്വർണ്ണ കവർച്ചയുമായി ബന്ധപ്പെട്ട കേസിൽ പങ്കുണ്ട് എന്നടക്കമുള്ള എന്ന രീതിയിലാണ് ഇപ്പോൾ ഈ പ്രത്യേക അന്വേഷണ സംഘത്തിൻ്റെ നടപടിക്രമങ്ങൾ പുരോഗമിക്കുന്നത്. എന്തായാലും കൂടുതൽ അന്വേഷണം ഇനിയും ഉണ്ടാകും. നാളെയും ഇതുമായി ബന്ധപ്പെട്ട പരിശോധനകൾ ഉണ്ടാകും. അതും ഉണ്ണികൃഷ്ണൻ പോറ്റിയെ കേന്ദ്രീകരിച്ച് ബാംഗ്ലൂരിലും അതോടൊപ്പം തന്നെ ചെന്നൈയിലും അടക്കം അന്വേഷണം ഉണ്ടാകും. ഈ സ്വർണം ശബരിമലയിൽ നിന്ന് കൊണ്ടുപോയതിനു ശേഷം 35 ദിവസം ഇത് പല സ്ഥലങ്ങളിലേക്ക് കൊണ്ടുപോയിരുന്നു. ആ സ്ഥലങ്ങൾ ഏതൊക്കെയെന്ന് അടക്കമുള്ള കണ്ടെത്തിക്കൊണ്ടായിരിക്കും അന്വേഷണം. ഹൈദരാബാദ്, ബാംഗ്ലൂർ, ചെന്നൈ ഇങ്ങനെ പലയിടങ്ങളിലായിട്ട് സ്വർണ്ണങ്ങൾ കൊണ്ടുപോയതായിട്ടുള്ള വിവരങ്ങളുണ്ട്. മാത്രമല്ല പല ഇടപാടുകൾ ഇതുമായി ബന്ധപ്പെട്ട് നടക്കുന്നൊരു സാഹചര്യം ഉണ്ടായിരുന്നു. ഇത് അങ്ങനെ അതുമായി ബന്ധപ്പെട്ട കേസുകളിലെല്ലാം പ്രത്യേക അന്വേഷണ സംഘം ഇപ്പോൾ വിവരശേഖരണം നടത്തിക്കൊണ്ടിരിക്കുകയാണെന്നാണ് നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത്. കാരണം എങ്ങനെയൊക്കെ എവിടെയൊക്കെ കൊണ്ടുവിറ്റു, ഇതിൽ ഇടനിലക്കാരായിട്ട് ആരൊക്കെ ഉണ്ടായിരുന്നു എന്നതടക്കമുള്ള വിവരങ്ങൾ ശേഖരിക്കേണ്ടതുണ്ട്. അതുകൊണ്ട് തന്നെ ഈ കസ്റ്റഡി കാലാവധി അവസാനിക്കാൻ ഇനി ദിവസങ്ങൾ മാത്രമാണ് ബാക്കിയുള്ളത്. അങ്ങനെ ഒരു സാഹചര്യം കൂടി നിലനിൽക്കുന്നുണ്ട്. അതുകൊണ്ട് തന്നെ മാത്രമല്ല ഹൈക്കോടതിയുടെ ഭാഗത്തുള്ള ഇടപെടലുകൾ കൂടി ഉണ്ടാകും. ഇതൊക്കെ മുന്നിൽ കണ്ടുകൊണ്ട് പഴുതടച്ച രീതിയിലുള്ള അന്വേഷണമാണ് ഇപ്പോൾ പ്രത്യേക അന്വേഷണ സംഘത്തിൻ്റെ ഭാഗത്തു നിന്ന് നടക്കുന്നത് എന്നാണ് നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത്. എന്തായാലും തെളിവെടുപ്പുകൾ പുരോഗമിച്ചുകൊണ്ടിരിക്കുകയാണ്. ചെന്നൈയിലും ബാംഗ്ലൂരുമായി 2 ഇടങ്ങളിൽ പ്രത്യേക അന്വേഷണ സംഘം തെളിവെടുപ്പ് നടത്തുകയാണ്. ഇന്ന് ഉണ്ണികൃഷ്ണൻ പോറ്റിയുടെ വസതിയിൽ തെളിവെടുപ്പ് ഉണ്ടാകുമെന്നാണ് കരുതിയതെങ്കിൽ അത് വസതിയിലേക്ക് കൊണ്ടുവന്നില്ല. അതിന് പകരം സ്മാർട്ട് ക്രിയേഷൻ്റെ ഓഫീസിലേക്കാണ് ഉണ്ണികൃഷ്ണൻ പോറ്റിയുമായി തെളിവെടുപ്പ് നടന്നത്. അതോടൊപ്പം തന്നെ ഉണ്ണികൃഷ്ണൻ പോറ്റിയുടെ വസതി, ഫ്ലാറ്റ് ബാംഗ്ലൂരിൽ, അവിടെയും തെളിവെടുപ്പ് അടക്കം നടക്കുന്ന ഒരു സാഹചര്യം നിലനിൽക്കുന്നുണ്ട്. മാത്രമല്ല നാളെയും ഇതുമായി ബന്ധപ്പെട്ട തെളിവെടുപ്പ് അടക്കം പുരോഗമിക്കുകയും ചെയ്യും. എന്തായാലും പ്രത്യേക അന്വേഷണ സംഘത്തിൻ്റെ അന്വേഷണവും പുരോഗമിച്ചിരിക്കുകയാണ്. അതിനിടയിലാണ് സ്വർണം കാണാതെ പോയതുമായി ബന്ധപ്പെട്ട അല്ലെങ്കിൽ കവർന്നതുമായി ബന്ധപ്പെട്ട 400 ഗ്രാം സ്വർണം പിടിച്ചെടുക്കുന്ന സാഹചര്യം ഉണ്ടായത്. അതോടൊപ്പം തന്നെ ഉണ്ണികൃഷ്ണൻ പോറ്റിയുടെ വസതിയിൽ നിന്നും സ്വർണം കണ്ടെടുത്തു എന്നതടക്കമുള്ള വിവരങ്ങളാണ് ഇന്നത്തെ ഈ കേസുമായി ബന്ധപ്പെട്ട്, സ്വർണ്ണ കവർച്ചയുമായി ബന്ധപ്പെട്ട് ഇന്ന് ലഭിച്ച വിവരങ്ങൾ. അത് ഏറ്റവും ഒടുവിലായി നടക്കുന്നതാണ്. ഈ സ്മാർട്ട് ക്രിയേഷൻ അടക്കം ഇപ്പോൾ പരിശോധനകൾ തുടർന്നു വരുന്നു എന്നതടക്കമുള്ള കാര്യങ്ങളാണ് ഇപ്പോൾ ഏറ്റവും പുതിയതായിട്ട് നമുക്ക് ലഭിക്കുന്ന വിവരം. എന്തായാലും സമഗ്രമായ രീതിയിൽ അന്വേഷണം പുരോഗമിക്കുന്നുണ്ട്. പക്ഷേ ഈ അന്വേഷണം പുരോഗമിക്കുമ്പോഴെല്ലാം ഈ 2 പേരുകൾ കേന്ദ്രീകരിച്ച് നേരത്തെ ഈ ദേവസ്വം ഉദ്യോഗസ്ഥനായ മുരാരി ബാബുവിനെ അറസ്റ്റ് ചെയ്തെങ്കിൽ അതിന് മുന്നോട്ടൊരു പോക്ക് കേസിൽ മുന്നോട്ട് പോയിട്ടില്ല എന്ന് വേണം
നമുക്ക് മനസ്സിലാക്കേണ്ടത്. കാരണം ഈ സ്വർണം കടത്തുന്നതിന് വേണ്ടി അല്ലെങ്കിൽ ശബരിമലയിൽ നിന്ന് സ്വർണ്ണപ്പാളികൾ കടത്തുന്നതുമായി ബന്ധപ്പെട്ട് കൂടുതൽ ഉന്നതരുടെ ഇടപെടലുകൾ ഉണ്ടായിട്ടുണ്ട് എന്ന ആക്ഷേപം നേരത്തെ തന്നെ നിലനിന്നിരുന്നു. എന്നാൽ അത്തരക്കാരിലേക്കൊന്നും കടക്കുന്നില്ല എന്നാണ് ഇപ്പോൾ നമുക്ക് മനസ്സിലാക്കേണ്ടിയിരിക്കുന്നത്. എന്തായാലും ഒരു ഭാഗത്ത് അന്വേഷണം പുരോഗമിക്കുമ്പോഴും ഇത്തരം ചില വീഴ്ചകൾ അല്ലെങ്കിൽ ഇത്തരം ചില കാര്യങ്ങൾ കൂടി ഉണ്ട് എന്നത് കൂടിയാണ് വസ്തുതയായിട്ട് നിലനിൽക്കുന്നത്. അതായത് ഇതിൽ രാഷ്ട്രീയമായിട്ടുള്ള ഇടപെടലുകൾ ഉണ്ടായിട്ടുണ്ട് എന്ന സംശയം നേരത്തെ തന്നെ ഉയർന്നതാണ്. എന്നാൽ അത്തരം മേഖലകളിലേക്കൊന്നും അന്വേഷണം കടന്നിട്ടില്ല. കേവലം മുരാരി ബാബു എന്ന ദേവസ്വം ബോർഡിന്റെ ഉദ്യോഗസ്ഥരെ മാത്രം അറസ്റ്റ് ചെയ്തുകൊണ്ടാണ് ഇപ്പോൾ നടപടിക്രമങ്ങൾ പുരോഗമിക്കുന്നത്. 2 അറസ്റ്റുകൾ ആണ് ഇതുമായി ബന്ധപ്പെട്ട് നടന്നത്. മറ്റ് നടപടിക്രമങ്ങൾ അങ്ങോട്ട് മുന്നോട്ട് പോയിട്ടില്ല. എന്തായാലും തെളിവെടുപ്പുകളടക്കം, അതായത് ഇപ്പോൾ തെളിവെടുപ്പുകൾ നടന്നുകൊണ്ടിരിക്കുകയാണ്. അത് 2 സ്ഥലങ്ങളിലായിട്ട് ശബരിമല സ്വർണ്ണ കവർച്ചയിൽ നിർണായക വഴിത്തിരിവ്. ശബരിമലയിൽ നിന്നും കടത്തിയ സ്വർണം ബെല്ലാരിയിലെ ജ്വല്ലറിയിൽ നിന്നും കണ്ടെത്തി. ഉണ്ണികൃഷ്ണൻ പോറ്റിയുടെ ബംഗളൂരുവിലെ ഫ്ളാറ്റിൽ നിന്നും സ്വർണം പിടിച്ചെടുത്തു. ഇതുവരെ കസ്റ്റഡിയിൽ എടുത്തത് ആകെ 576 ഗ്രാമിലധികം സ്വർണം. ബംഗളൂരുവിന് പിന്നാലെ ചെന്നൈ സ്മാർട്ട് ക്രിയേഷൻസിലും ഉണ്ണികൃഷ്ണൻ പോറ്റിയുമായി തെളിവെടുപ്പ് തുടരുകയാണ്. പ്രശാന്ത് ശങ്കരമംഗലത്താണ് വിവരങ്ങൾ നൽകിയത്.